നമസ്കാരം സുഹൃത്തുക്കളെ, എസ് ആൻഡ് സ്റ്റോറീസ് വ്ളോഗിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ശ്രീരംഗപട്ടണത്തിലെ ചരിത്ര സ്ഥലങ്ങളെല്ലാം കണ്ടിരുന്നു. കാണാത്തവർക്കായി ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നു. ഇനി നമ്മുടെ യാത്ര മൈസൂരിലേക്കാണ്. എന്നാൽ അതിനു മുമ്പ് ശ്രീരംഗപട്ടണത്തിലെ ഒരു സ്ഥലം കൂടി കണ്ടിട്ട് പോകാം. ശ്രീരംഗപട്ടണത്തിലെ ഏറ്റവും ശാന്തവും മനോഹരവുമായ ഒരു സ്ഥലം, സംഗമം അഥവാ ത്രിവേണി സംഗമം. കേരളത്തിലെ ഒരു ഗ്രാമത്തിലൂടെ പോകുന്ന പ്രതീതിയാണ് ഉണ്ടാകുന്നത്. ഇവിടെ ധാരാളം തെങ്ങിൻ തോപ്പുകളും കരിമ്പിൻ കൃഷികളുമുണ്ട്. ചരിത്രത്തിന്റെയും ആത്മീയതയുടെയും നാടായ ശ്രീരംഗപട്ടണത്തിൽ കാവേരി നദിയുടെ മനോഹരമായ തീരത്താണ് ഈ സംഗമം സ്ഥിതി ചെയ്യുന്നത്. പ്രകൃതിയുടെ സൗന്ദര്യവും വിശ്വാസത്തിന്റെ ആഴവും ഒരുമിച്ച് അനുഭവിക്കാൻ കഴിയുന്ന അപൂർവ സ്ഥലങ്ങളിൽ ഒന്നാണിത്. സംഗമം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ കൂടിച്ചേരൽ എന്നാണ്. ഇവിടെ കാവേരി നദിയും ലോകപാവനി നദിയും കൂടിച്ചേരുന്നു. പ്രാദേശിക വിശ്വാസമനുസരിച്ച് ഹേമാവതി നദിയുടെ സാന്നിധ്യവും ഈ സംഗമവുമായി ബന്ധപ്പെട്ട് പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്ഥലം ത്രിവേണി സംഗമം എന്ന പേരിലും അറിയപ്പെടുന്നു. ഇത്രയധികം ഭക്തസാന്ദ്രമായ അന്തരീക്ഷമുള്ള ഈ സ്ഥലത്ത് ഇത്തരത്തിൽ പ്ലാസ്റ്റിക് മാലിന്യം കുന്നുകൂടി കിടക്കുന്നത് വളരെ ദൗർഭാഗ്യകരമാണ്. അവിടേക്ക് വരുന്ന ഭക്തർ പ്ലാസ്റ്റിക് കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുക. ശ്രീരംഗപട്ടണത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ കാവേരി നദി നഗരത്തിലെത്തുന്നതിന് മുമ്പ് രണ്ട് ശാഖകളായി പിരിയുകയും പിന്നീട് വീണ്ടും ഒന്നിക്കുകയും ചെയ്യുന്നു. ഈ നദീശാഖകളും ലോകപാവനി നദിയും ചേർന്ന് രൂപപ്പെടുന്ന പ്രകൃതിദത്ത സൗന്ദര്യമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ശ്രീരംഗപട്ടണം ഒരു നദീദ്വീപായിട്ട് മാറിയത്. മുന്നിലൂടെ ശാന്തമായി ഒഴുകുന്ന കാവേരി, നദിയുടെ മേൽ വീഴുന്ന സൂര്യപ്രകാശത്തിന്റെ സ്വർണ്ണ നിറം, തീരത്ത് പ്രാർത്ഥന നടത്തുന്ന ഭക്തർ, ദൂരെയായി കാണുന്ന കരിഘട്ട മലനിരകൾ. ഈ കാഴ്ച മനസ്സിന് നൽകുന്ന സമാധാനം വാക്കുകളിൽ വിവരിക്കാൻ പ്രയാസമാണ്. നൂറ്റാണ്ടുകളായി ഈ സംഗമം ഒരു പുണ്യസ്ഥാനമായി കണക്കാക്കപ്പെടുന്നു. ഇവിടെ സ്നാനം ചെയ്താൽ പാപങ്ങൾ അകലുമെന്നും ആത്മീയ ശുദ്ധി ലഭിക്കുമെന്നുമാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ വർഷം മുഴുവൻ ഭക്തരും തീർത്ഥാടകരും ഇവിടെ എത്താറുണ്ട്. പലരും പിതൃകർമ്മങ്ങളും മറ്റ് മതാചാരങ്ങളും ഇവിടെ നിർവഹിക്കുന്നു. രാവിലെ സമയത്താണ് സംഗമത്തിന്റെ ഏറ്റവും മനോഹരമായ സമയം. സൂര്യന്റെ ആദ്യ കിരണങ്ങൾ നദിയുടെ ഉപരിതലത്തിൽ പതിക്കുമ്പോൾ വെള്ളം സ്വർണ്ണ നിറത്തിൽ തിളങ്ങും. ആ കാഴ്ച ക്യാമറയിൽ പകർത്താൻ നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്. സംഗമത്തിൽ നിന്ന് വളരെ അകലെയല്ല ശ്രീരംഗപട്ടണത്തിലെ പ്രശസ്തമായ ഗുംബസ് സ്ഥിതി ചെയ്യുന്നത്. ടിപ്പു സുൽത്താന്റെയും ഹൈദരലിയുടെയും ശവകുടീരങ്ങൾ സന്ദർശിച്ച ശേഷം പലരും ഈ സംഗമ തീരത്തേക്ക് എത്തി പ്രകൃതിയുടെ ശാന്തത ആസ്വദിക്കാറുണ്ട്. ഈ പ്രദേശം ചരിത്രപരമായും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു വശത്ത് ടിപ്പു സുൽത്താന്റെ വീരകഥകൾ നിറഞ്ഞ ശ്രീരംഗപട്ടണം, മറുവശത്ത് ആയിരക്കണക്കിന് വർഷങ്ങളായി ഒഴുകുന്ന കാവേരി. ചരിത്രവും പ്രകൃതിയും ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന ഒരു അപൂർവ അനുഭവമാണ് ഇവിടെ ലഭിക്കുന്നത്. നിങ്ങളൊരു യാത്രികനാണെങ്കിൽ ഇവിടെ കുറച്ച് സമയം ചെലവഴിക്കാൻ മറക്കരുത്. നദീതീരത്തിരുന്ന് ഒഴുകുന്ന ജലത്തെ നോക്കിക്കൊണ്ട് സമയം ചെലവഴിക്കുമ്പോൾ മനസ്സിലെ തിരക്കുകളും ആശങ്കകളും അലിഞ്ഞു പോകുന്നതായി അനുഭവപ്പെടും. അങ്ങനെ കാവേരിയുടെയും ലോകപാവനിയുടെയും വിശുദ്ധമായ ഈ സംഗമ തീരത്ത് നിന്ന് നമ്മൾ യാത്ര തുടരുകയാണ്. ഒഴുകുന്ന നദികൾ നമ്മെ ഒരു വലിയ പാഠം പഠിപ്പിക്കുന്നു. ജീവിതം എത്ര തടസ്സങ്ങൾ നേരിട്ടാലും മുന്നോട്ടൊഴുകിക്കൊണ്ടേയിരിക്കണം. ഇനി നമ്മൾ സന്ദർശിക്കാൻ പോകുന്നത് കർണാടകയുടെ അഭിമാനവും ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ കൊട്ടാരങ്ങളിലൊന്നുമായ മൈസൂർ പാലസാണ്. രാജകീയ പ്രൗഢിയും ചരിത്രവും വാസ്തുവിദ്യയുടെ അത്ഭുതങ്ങളും ഒരുമിച്ച് ചേർന്ന ഈ കൊട്ടാരം വർഷം തോറും ലക്ഷക്കണക്കിന് സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ്. നമ്മുടെ നാട്ടിലൊരു ചെറു പൂരത്തിന്റെ തിരക്കുണ്ട് ഇവിടെ. കൊട്ടാരത്തിന്റെ വളപ്പിൽ കയറാൻ ടിക്കറ്റിന്റെ ആവശ്യമില്ല. എന്നാൽ കൊട്ടാരത്തിന്റെ അകത്തേക്ക് പോകാൻ ഓൺലൈനായോ അല്ലെങ്കിൽ ഇവിടെ കാണുന്ന വിൻഡോയിൽ നിന്നോ ടിക്കറ്റ് എടുക്കേണ്ടതാണ്. മൈസൂർ നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. വോളയർ രാജവംശത്തിന്റെ ഔദ്യോഗിക വസതിയായിരുന്ന ഈ കൊട്ടാരം അംബാവിലാസ് പാലസ് എന്ന പേരിലും അറിയപ്പെടുന്നു. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നാണിത്. ഇവിടെ നിന്നും നോക്കുമ്പോൾ കൊട്ടാരത്തിന്റെ വലിപ്പം നമുക്ക് കാണാൻ സാധിക്കും.
ദൂരെ നിന്ന് തന്നെ കാണുന്ന ആ മനോഹരമായ ഗോപുരങ്ങളും ചുവന്ന നിറത്തിലുള്ള ഗുംബദുകളും കൊട്ടാരത്തിന്റെ ഭംഗി എടുത്തു കാട്ടുന്നു. ഹിന്ദു, മുസ്ലിം, രജ്പുത്, ഗോത്തിക് ശൈലികളുടെ മനോഹരമായ സമന്വയമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. പഴയ മരക്കൊട്ടാരം 1897 തീപിടുത്തത്തിൽ നശിച്ചു. തുടർന്ന് ബ്രിട്ടീഷ് ആർക്കിടെക്റ്റായ ഹെൻറി ഇർവിന്റെ മേൽനോട്ടത്തിൽ പുതിയ കൊട്ടാരത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. 1912 ഈ മനോഹര കൊട്ടാരം പൂർത്തിയായത്. കൊട്ടാരത്തിന്റെ മുൻഭാഗമാണിത്. ഇത്രയും മനോഹരമായ പാലസ് ഞാൻ കണ്ടിട്ടില്ല. മൈസൂർ ദസറയുമായി ഈ കൊട്ടാരത്തിന് അഭേദ്യമായ ബന്ധമുണ്ട്. വർഷം തോറും നടക്കുന്ന ലോകപ്രശസ്തമായ മൈസൂർ ദസറ ആഘോഷങ്ങളുടെ പ്രധാന വേദിയാണ് ഈ കൊട്ടാരം. ദസറ സമയത്ത് ഏകദേശം 1,00,000 ബൾബുകൾ ഉപയോഗിച്ച് കൊട്ടാരം പ്രകാശഭരിതമാക്കുന്നു. രാത്രിയിൽ സ്വർണ്ണപ്രഭയിൽ തിളങ്ങുന്ന കൊട്ടാരത്തിന്റെ കാഴ്ച അതിമനോഹരമാണ്. കൊട്ടാരത്തിന്റെ പരിസരവും വളരെ മനോഹരമാണ്. വിശാലമായ മൈതാനങ്ങളും പൂന്തോട്ടങ്ങളും സന്ദർശകർക്ക് വിശ്രമിക്കാൻ അനുയോജ്യമായ അന്തരീക്ഷം ഒരുക്കുന്നു. ഫോട്ടോഗ്രാഫി പ്രേമികൾക്ക് നിരവധി മനോഹരമായ ഫ്രെയിമുകൾ ഇവിടെ കണ്ടെത്താനാകും. രണ്ടു വശത്തും ഓരോ അമ്പലങ്ങളും നമുക്ക് കാണാൻ കഴിയും. ചെരുപ്പുകൾ അഴിച്ച് ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് പാലസിന്റെ അകത്തേക്ക് പോകാം. പാലസിനകത്തേക്ക് കടന്നാൽ ആദ്യം തന്നെ നമ്മെ വിസ്മയിപ്പിക്കുന്നത് അതിന്റെ വിശാലമായ ഹാളുകളും മനോഹരമായ അലങ്കാരങ്ങളുമാണ്. ഓരോ തൂണിലും മേൽക്കൂരയിലും കാണുന്ന കൊത്തുപണികൾ രാജകീയ കലാസൗന്ദര്യത്തിന്റെ ഉദാത്ത ഉദാഹരണങ്ങളാണ്. ഇവിടെ നിന്ന് വിശാലമായൊരു മുറ്റം കാണാം. അവിടെ 2 സിംഹത്തിന്റെ പ്രതിമകളും കാണാം. അവിടേക്ക് പ്രവേശനമില്ല. മച്ചിലെ മരപ്പണികൾ എന്തു മനോഹരമാണ്. അന്നത്തെ കാലത്തെ ഫ്ലോർ ടൈൽസ് നോക്കൂ, എന്തു ഭംഗിയാണ്. ഇവിടെ പഴയ കാലത്തെ പല വസ്തുക്കളും പ്രദർശിപ്പിച്ചിരിക്കുന്നു. ഇവിടെ ചെറിയ പീരങ്കികൾ വരിവരിയായി വച്ചിരിക്കുന്നു. ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ ഭാഗങ്ങളിലൊന്നാണ് ദർബാർ ഹാൾ. രാജാക്കന്മാർ ജനങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നതും പ്രധാന ചടങ്ങുകൾ നടത്തിയിരുന്നതും ഇവിടെയാണ്. നീലയും സ്വർണ്ണ നിറവും ചേർന്ന അലങ്കാരങ്ങൾ ഈ ഹാളിനൊരു പ്രത്യേക ഭംഗി നൽകുന്നു. കോടയാർ രാജവംശത്തിന്റെ സ്വർണ്ണ സിംഹാസനവും ഈ പാലസിൽ സൂക്ഷിച്ചിരിക്കുന്നു. പ്രത്യേക അവസരങ്ങളിൽ മാത്രമാണ് ഇത് പൊതുജനങ്ങൾക്ക് പ്രദർശിപ്പിക്കുന്നത്. രാജകീയ പാരമ്പര്യത്തിന്റെ പ്രതീകമായ ഈ സിംഹാസനം മൈസൂരിന്റെ അഭിമാനമാണ്.
പാലസിലെ മറ്റൊരു ആകർഷണമാണ് കല്യാണ മണ്ഡപം. വാൽക്കണ്ണാടികളാൽ നിർമ്മിച്ച മേൽക്കൂരയും മനോഹരമായ മൊസൈക്ക് ഫ്ലോറിങ്ങും സന്ദർശകരെ അത്ഭുതപ്പെടുത്തും. സൂര്യപ്രകാശം ഈ കണ്ണാടികളിലേക്ക് അടിക്കുമ്പോൾ ഉണ്ടാകുന്ന വർണ്ണവിസ്മയം കാണേണ്ട കാഴ്ചയാണ്. മൈസൂർ സന്ദർശിക്കുന്ന ആരും ഈ കൊട്ടാരം കാണാതെ മടങ്ങാറില്ല. ഇവിടെ എത്തുമ്പോൾ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലേക്ക് തിരികെ പോയതുപോലുള്ള ഒരു അനുഭവമാണ് ലഭിക്കുക. അതുകൊണ്ട് തന്നെ മൈസൂർ പാലസ് ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ കൊട്ടാരങ്ങളിലൊന്നായി ഇന്നും നിലകൊള്ളുന്നു. ഇപ്പോൾ നമ്മുടെ മൈസൂർ പാലസ് സന്ദർശനം അവസാനിക്കുകയാണ്. ഈ രാജകീയ വിസ്മയം നിങ്ങൾക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി നമ്മൾ പോകുന്നത് മൈസൂരിന്റെ കാവൽ ദേവതയായ ശ്രീ ചാമുണ്ടേശ്വരി ദേവിയുടെ പുണ്യഭൂമിയിലേക്കാണ്. മൈസൂർ നഗരത്തിൽ നിന്ന് 13 കിലോമീറ്റർ അകലെയുള്ള ചാമുണ്ഡി ഹിൽസിന്റെ മുകളിലാണ് ഈ പ്രശസ്ത ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കർണാടകയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിപീഠങ്ങളിൽ ഒന്നായ ഈ ക്ഷേത്രം വർഷം തോറും ലക്ഷക്കണക്കിന് ഭക്തരെ ആകർഷിക്കുന്നു. മൈസൂർ നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് യാത്ര ആരംഭിക്കുമ്പോൾ നഗരം പതിയെ പിന്നിലാവുകയും പ്രകൃതിയുടെ മനോഹാരിത നമ്മെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ചാമുണ്ഡി ഹിൽസിലേക്കുള്ള റോഡ് വളവുകളും കയറ്റങ്ങളും നിറഞ്ഞതാണെങ്കിലും അതീവ മനോഹരമാണ്. യാത്ര മുന്നോട്ട് പോകുമ്പോൾ ഇരുവശങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന പച്ചപ്പും മരങ്ങളും മലനിരകളുടെ ശാന്തതയും യാത്രയെ കൂടുതൽ ആസ്വാദ്യകരമാക്കുന്നു. റോഡിന്റെ പല ഭാഗങ്ങളിൽ നിന്നും മൈസൂർ നഗരത്തിന്റെ വിശാലമായ കാഴ്ചകൾ കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് രാവിലെയും വൈകുന്നേരവും ഇവിടെ നിന്നുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. നിലമുകളിലെ ക്ഷേത്രം ഭക്തിയുടെ കേന്ദ്രം മാത്രമല്ല, മൈസൂരിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ ഭാഗം കൂടിയാണ്. ഇപ്പോൾ നമുക്ക് ക്ഷേത്രത്തിന്റെ ചരിത്രത്തിലേക്ക് ഒന്ന് കടക്കാം. മഹിഷാസുരനെ വധിച്ച ദേവിയാണ് ചാമുണ്ടേശ്വരി. ദുർഗാദേവിയുടെ ഒരു ശക്തി സ്വരൂപമായാണ് ചാമുണ്ടേശ്വരിയെ ആരാധിക്കുന്നത്. പുരാണങ്ങൾ പ്രകാരം മഹിഷാസുരൻ എന്ന അസുര രാജാവ് ദേവന്മാർക്കും മനുഷ്യർക്കും വലിയ ഭീഷണിയായി മാറിയപ്പോൾ ദേവി അദ്ദേഹത്തെ യുദ്ധത്തിൽ വധിച്ചു. ഇതിനാലാണ് ദേവിക്ക് മഹിഷാസുരമർദിനി എന്ന പേരും ലഭിച്ചത്. മൈസൂർ നഗരത്തിന്റെ പേരിനും ഈ കഥയുമായി ബന്ധമുണ്ട്. മഹിഷാസുരൻ ഭരിച്ചിരുന്ന പ്രദേശം പിന്നീട് മഹിഷുരു എന്നും പിന്നീട് മൈസൂർ എന്നും അറിയപ്പെട്ടു. ഒടയാർ രാജവംശത്തിന്റെ കുടുംബദേവത കൂടിയാണ് ചാമുണ്ടേശ്വരി. നൂറ്റാണ്ടുകളായി രാജാക്കന്മാർ ഇവിടെ എത്തി ദേവിയുടെ അനുഗ്രഹം തേടിയിരുന്നു. ഇന്നും മൈസൂർ ദസറ ആഘോഷങ്ങൾക്ക് മുമ്പ് പ്രത്യേക പൂജകൾ ഇവിടെ നടക്കാറുണ്ട്. ക്ഷേത്ര പരിസരത്തു നിന്ന് മൈസൂർ നഗരം മുഴുവൻ കാണാൻ സാധിക്കും. മൈസൂർ പാലസ്, KRS പ്രദേശങ്ങൾ, നഗരത്തിലെ പ്രധാന കെട്ടിടങ്ങൾ എന്നിവ ഇവിടെ നിന്ന് വ്യക്തമായി കാണാം. രാത്രിയിൽ നഗരം മുഴുവൻ പ്രകാശപൂരിതമാകുമ്പോൾ ആ കാഴ്ച അതിശയകരം. ക്ഷേത്രത്തിലേക്കുള്ള മറ്റൊരു മാർഗം 1000-ലധികം പടികൾ കയറി എത്തുന്നതാണ്. നിരവധി ഭക്തർ ഇന്നും ആ പടവുകൾ കയറി ദേവിയുടെ ദർശനത്തിനായി എത്തുന്നു. വിശ്വാസത്തിന്റെയും സമർപ്പണത്തിന്റെയും പ്രതീകമാണ് ഈ കാൽനടയാത്ര. മഴക്കാലത്ത് ചാമുണ്ഡി ഹിൽസിന്റെ ഭംഗി ഇരട്ടിയാകും. മേഘങ്ങൾക്കിടയിലൂടെ കാണുന്ന മലനിരകളും തണുത്ത കാറ്റും മനസ്സിനൊരു പ്രത്യേക അനുഭവം സമ്മാനിക്കുന്നു. മൈസൂർ സന്ദർശിക്കുന്നവർക്ക് ചാമുണ്ടേശ്വരി ക്ഷേത്രം ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല, ആത്മീയതയും ചരിത്രവും പ്രകൃതി ഭംഗിയും ഒരുമിക്കുന്ന ഒരു അനുഭവമാണ്. മുകളിലേക്കുള്ള യാത്ര, നന്ദി പ്രതിമ, മഹിഷാസുരം പ്രതിമ, ക്ഷേത്രത്തിന്റെ വാസ്തുശില്പം, ദേവിയുടെ ദർശനം, മുകളിൽ നിന്ന് കാണുന്ന നഗരക്കാഴ്ചകൾ, ഇതെല്ലാം ചേർന്നാണ് ചാമുണ്ഡി ഹിൽസ് യാത്ര അവിസ്മരണീയമാകുന്നത്. ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിലെ ദ്രാവിഡ വാസ്തുവിദ്യയുടെ മനോഹര ഉദാഹരണമാണ്. അതിസൂക്ഷ്മമായ ശില്പങ്ങളും ദേവപ്രതിമകളും അലങ്കരിച്ചിരിക്കുന്ന ഈ ഗോപുരം ആദ്യ കാഴ്ചയിൽ തന്നെ ഭക്തരെ ആകർഷിക്കുന്നു. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ആത്മീയതയും ശാന്തതയും പ്രത്യേകമാണ്. മണിനാദങ്ങളും മന്ത്രോച്ചാരണങ്ങളും ഭക്തിഗാനങ്ങളും ചേർന്ന ഒരു ദൈവിക അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ഗർഭഗൃഹത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശ്രീ ചാമുണ്ടേശ്വരി ദേവിയുടെ വിഗ്രഹം സ്വർണ്ണാഭരണങ്ങളാലും പൂമാലകളാലും അലങ്കരിച്ചിരിക്കും. ദേവിയുടെ ദർശനം ഭക്തരുടെ മനസ്സിൽ ഭക്തിയും സമാധാനവും നിറയ്ക്കുന്നു. അങ്ങനെ മൈസൂരിന്റെ കാവൽ ദേവതയായ ശ്രീ ചാമുണ്ടേശ്വരിയുടെ സന്നിധിയിൽ
നമ്മുടെ യാത്ര അവസാനിക്കുകയാണ്. ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.